എൻ്റെ പേര് നീനു എബ്രഹാം. ഞാൻ ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ മമ്മി വഴി തന്നെയാണ്. എൻ്റെ മമ്മി ഇവിടെ 2018 ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ വെറുതെ ഒരു പള്ളിയിൽ വരുന്നത് പോലെ തന്നെയാണ് ഞാൻ മമ്മിയുടെ കൂടെ വന്നത്. ഇവിടെ ഏറ്റവും പുറകിൽ അവിടെ ഒരു കാഴ്ചക്കാരിയായിട്ടാണ് ഞാൻ ഇരുന്നത്. അന്ന് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാതാവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഇവിടെ മാതാവ് പ്രതീക്ഷപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ ഉടമ്പടി എന്താണെന്നോ അങ്ങനെയൊന്നും എനിക്കങ്ങനെ വലിയതായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ മമ്മി ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ ഞാനവിടെ ഇങ്ങനെ വിയർത്ത്, അറിയാമല്ലോ, നമുക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിൽ ചെല്ലണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഞാൻ കുറേ ഛർദ്ദിച്ചു. എനിക്ക് ഒട്ടും വയ്യാതെയായി. ആ സമയത്ത് വീട്ടിൽ ചെന്ന് കയറിയാലുടൻ തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഇനി മേലിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നുള്ളത്. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഓൺലൈൻ എടുത്താലും ഞാൻ അല്ലാതെ ഇവിടെ വന്ന് എടുക്കില്ല. അങ്ങനെ ഒരു തീരുമാനം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ വിഷമവും കരച്ചിലും കണ്ടിട്ട് മമ്മി തന്നെ പറഞ്ഞു ഇനി നിന്നെ ഞാൻ കൊണ്ടുപോകത്തുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് വിഷമം വന്നാലും മമ്മി എൻ്റെ അടുത്ത് പറയും, കൃപാസനം മാതാവിനോട് നീ പ്രാർത്ഥിക്കുക, ചോദിക്കുക, നിനക്ക് കിട്ടും, അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ സാധാരണ എല്ലാ മാതാവിനെയും നമ്മൾ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ മാതാവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. എന്തോ എനിക്ക് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ പോയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മി ഉടമ്പടി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ അവിടെ ഡൽഹിയിൽ ചെന്നതിന് ശേഷം എനിക്ക് ഡ്യൂട്ടിയിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും മമ്മിയെ വിളിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലും വയ്യാഴിക കാണും. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്. കാല് കുറേ നേരം നിന്ന് കഴിയുമ്പോൾ കാല് നീര് വെക്കും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ്. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലും വയ്യാഴിക കാണും. അപ്പം ചിലരൊക്കെ എന്നെ കളിയാക്കി പറയും നീ നിത്യരോഗിയാണോ, നിനക്ക് എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടറിയാം, എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഞാൻ നിൽക്കുന്നത്, ഡ്യൂട്ടി ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ മറ്റുള്ളവരങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ അവിടെ പുതുതായിട്ടൊരു കൊളീഗ് എൻ്റെ ഐസിയുവിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ എനിക്ക് ഒട്ടും വയ്യ, വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് ചേച്ചിയുടെ ബാഗൊക്കെ ഇരിക്കുന്ന അവിടെ കൊണ്ടുപോയി എൻ്റെ ബാഗിൽ നിന്ന് ആൾ എനിക്ക് ഉടമ്പടിയുടെ പത്രം എടുത്ത് തന്ന് എൻ്റെ ആളുടെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. എൻ്റെ വയറയിലൊക്കെ കുരിശ് വരച്ച് എനിക്ക് പ്രാർത്ഥിച്ചു തന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എൻ്റെ വയറുവേദന മാറി. അപ്പം എനിക്ക് പെട്ടെന്ന് അപ്പോൾ ആളെന്നോട് ചോദിച്ചു നിനക്ക് അറിയാമോ കൃപാസനം മാതാവിൻ്റെ ഈ പത്രം, ഈ തൈലം അവിടെ പോയി പ്രാർത്ഥിച്ച് ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലിയ ഗമയിലൊക്കെ പറഞ്ഞു എൻ്റെ മമ്മി അവിടെ പോയി എടുത്തിട്ടുള്ളതാണ്, എനിക്കറിയാം ഇതൊക്കെ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സംസാരിച്ചു. പക്ഷേ അതിനുശേഷം ആളെന്നെ എപ്പോഴും ഇങ്ങനെ അവിടെ തന്നെ പള്ളികളിലൊക്കെ കൂട്ടിക്കൊണ്ട് പോകും. എനിക്ക് ലീവുള്ള സമയത്തൊക്കെ ഞാനങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ല. ആ സമയത്ത് ഒരു ദിവസം ലീവൊക്കെ കിട്ടുന്ന സമയത്ത് ബാക്കി പണികളൊക്കെ ചെയ്യാനുള്ള തിടുക്കമായിരിക്കും. അപ്പോഴത്തേക്കും ആളെന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, നീ പള്ളിയിൽ വാ, എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും അത്ഭുതം തോന്നി. ചേച്ചി ഇങ്ങനെ ഓടി നടന്ന് പത്രം കൊടുക്കും. വഴിയിലിരിക്കുന്നവർക്കെല്ലാം അവിടെ ഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളിങ്ങനെ ആൾക്കാർ റോഡിലൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തന്നെ കൈനീട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചേച്ചി ഫുഡ് മേടിച്ച് കൊടുക്കും. അവിടെ മാതാവിനെക്കുറിച്ച് പറയും, ഇങ്ങനെ പത്രം കൊടുക്കും, കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും. ആളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആൾക്ക് അക്രൈസ്തവിയായിട്ടുള്ള ആളാണ്. ഒരു പ്രെയർ പോലും ആൾക്ക് അറിയില്ല. എല്ലാം ഫോണിൽ നോക്കിയാണ് ഇങ്ങനെ ചൊല്ലുന്നത്. അത് മലയാളം വായിക്കാനും അറിയില്ല, ഇംഗ്ലീഷിലാണ് ഫുള്ള് പ്രെയർ എല്ലാം നോക്കി ചൊല്ലുന്നത്. അപ്പം എനിക്ക് ശരിക്കും എന്നോട് പുച്ഛമാണ് തോന്നിയത്. കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും എനിക്ക് കുഞ്ഞുനാൾ മുതലേ എല്ലാ പ്രെയറുകളും കാണാതെ അറിയാനാണ്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ അത്രയും പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ശരിക്കും ഒരു വിഷമം തോന്നി. ഇത്ര ഇതായിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അന്ന് ഞാൻ തീരുമാനിച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുമെന്നുള്ളത്. അതിനുശേഷം ഞാൻ അവിടുന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്യാഴിക വരുന്നതായതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും എപ്പോഴും ടെൻഷനാണ് എന്നെ ഓർത്ത്. എന്നും എന്നെ വിളിക്കും, എന്താ ഇന്ന് എന്ത് വയ്യാഴികയാണെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്.
അപ്പം ഞാൻ അതുമല്ല, എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും പോകാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വയ്യാഴിക അസുഖങ്ങളൊക്കെ മാറ്റണം, ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം എനിക്കറിയാം മരുന്നുകളൊക്കെ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, പെയിൻ കില്ലേഴ്സും അങ്ങനെയൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഒരു മാറ്റം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ എനിക്കത് മാറത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് 1 വർഷം മുമ്പ് ഞാൻ വിചാരിച്ചു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. കാരണം ഇവിടെ വന്ന ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ചു. അതാകുമ്പം പത്രം ഒന്നും കൂടി കൊടുക്കണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു വെച്ചു. പക്ഷേ പ്രാർത്ഥനകളും കുർബാനയും ഒക്കെ ഞാൻ എന്നും കൂടുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം തന്നെ എനിക്ക് മാതാവ് കുറേ ഞാൻ വെച്ച നിയമങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരികയുണ്ടായി. അപ്പം അതിലാദ്യം എനിക്ക് സാധിച്ചു തന്നെന്ന് പറഞ്ഞാൽ 15 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉള്ളൊരു വ്യക്തിയാണ്. എനിക്ക് വന്നു കഴിയുമ്പോൾ നേരെ നിൽക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. ഞാൻ ICUയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ പേഷ്യൻറ്റിനെ വേറെ ചേച്ചിമാരൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയുമ്പോഴേ അവർ പറയും നീ പൊക്കോളാൻ പറയും. കാരണം അത്രയ്ക്കും എനിക്ക് വയ്യാതെയാകും. കണ്ടിന്യൂസ് 1 വീക്കൊക്കെ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 7 ദിവസത്തിലും എനിക്ക് മൈഗ്രെയിനായിട്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. എന്നെ കാണുന്നവരെല്ലാവരും ആദ്യം ചോദിക്കുന്നത് നിൻ്റെ മൈഗ്രെയിനൊക്കെ മാറിയോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതെങ്ങനെയെങ്കിലും മാറണം എന്നുള്ളതായിരുന്നു. 15 വർഷമായിട്ട് ഞാൻ ഒത്തിരി മരുന്നുകളും എല്ലാം കഴിച്ചു. അതുപോലെ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നോക്കി. പക്ഷെ ഒന്നും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അത് തന്നെ വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് രോഗങ്ങളൊക്കെ ഇങ്ങനെ മാറുന്നതായിട്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു വലിയ വലിയ അസുഖങ്ങളൊക്കെ മാറ്റുന്ന മാതാവിന് ചെറിയൊരു തലവേദന മാറ്റാനാണ് ഇത്ര പാട്, എനിക്ക് എന്തുകൊണ്ട് മാറ്റി തന്നൂടാ എന്ന് തന്നെ വിചാരിച്ചാണ് ഞാൻ ആദ്യം തന്നെ അത് എഴുതിയത്. പക്ഷെ അതെഴുതി ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ തന്നെയാണ് അത് ഞാൻ എഴുതിയത്, നിയോഗമായിട്ട് ഫസ്റ്റ് എഴുതിയത്. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും പ്രതീക്ഷ പ്രാർത്ഥന സന്ധ്യാസമയത്ത് ചൊല്ലുമ്പോഴത്തേക്കും ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് എണ്ണയും അങ്ങനെയൊന്നുമില്ല. അപ്പം മമ്മിയുടെ കാശ് രൂപമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടായി നടക്കുന്നത് എപ്പോഴും. അപ്പോഴത്തേക്കും ആ എണ്ണ ഉപയോഗിച്ചാണ് ഞാൻ എപ്പോഴും തേക്കുകയും കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം 1 മന്ത് കഴിഞ്ഞു, 2 മന്ത് കഴിഞ്ഞു, 3 മന്ത് കഴിഞ്ഞു, ഒരു 4 മന്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി എന്നോട് ചോദിച്ചു നിനക്കിപ്പോൾ തലവേദനയൊന്നും വരാറില്ല, എന്നാ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ തലവേദന ഞാൻ പോലും അറിയാതെ തന്നെ അത് മാറി എന്നുള്ളത്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുഞ്ഞുനാൾ മുതൽ എനിക്ക് എപ്പോഴും ഈ തലവേദന കാരണം എൻ്റെ എല്ലാ പബ്ലിക് എക്സാമുകൾക്കും, അത് സ്കൂൾ ഏജ് തൊട്ടുള്ള എൻ്റെ എല്ലാ പബ്ലിക് എക്സാമിനും എനിക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. എനിക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് അത് മാറി എന്നുള്ള ഒരിത് വന്നപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അതിനുശേഷം രണ്ടാമതായിട്ട് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് കോവിഡ് ഒരു 3 ഇയർ മുമ്പായിട്ട് എനിക്ക് കോവിഡ് വന്നിരുന്നു. കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരുന്നു, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബോൺസിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര വീക്കായിരുന്നു ഞാൻ. ആ സമയത്ത് എനിക്ക് മുട്ട് എനിക്ക് മടക്കി മുട്ട് കുത്താനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് മുട്ട് കുത്തിയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ മുട്ട് കുത്താൻ പറ്റാത്ത എനിക്കെന്തോ ഭയങ്കര വിഷമം പോലെയായിരുന്നു. പള്ളിയിലൊക്കെ നമ്മൾ കുർബാനയുടെ സമയത്ത് മുട്ട് കുത്തേണ്ട സമയത്ത് പോലും ഞാൻ ഇരിക്കുക പെട്ടെന്ന് ചെയ്യുന്നത്. കാരണം ചെന്ന് കഴിഞ്ഞ് മുട്ട് കുത്താൻ പോലും എനിക്ക് പറ്റത്തില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഇരിക്കും. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഇതുപോലെ എപ്പോഴും കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ എണ്ണയും തൈലും ഉപ്പും ഒക്കെ തന്നെ എൻ്റെ ആശ്രയം. ഞാൻ എപ്പോഴും അത് പുരട്ടി ഇങ്ങനെ മുട്ടയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മമ്മി ഫുൾ ടൈം മുട്ട കുത്തി നിന്നാണ് കുരിശൊക്കെ വരയ്ക്കുന്നത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കസേരയിലൊക്കെ കയറി ഇരുന്നാണ് കുരിശ് വരയ്ക്കുന്നത്. കാരണം എന്നെ നിർബന്ധിക്കാറില്ല, മുട്ടുവേദന ആയതുകൊണ്ട് നിർബന്ധിക്കാറില്ല. പക്ഷെ ഞാൻ എന്നും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കുർബാനയ്ക്ക് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ മുട്ട് കുത്തത്തില്ല. പക്ഷേ പെട്ടെന്ന് അന്നൊരു ദിവസം ഞാൻ മുട്ട് കുത്തിയുണ്ടായി. മുട്ട് കുത്തി കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയാണ്, നെറ്റിയെ കുരിശെല്ലാം വരച്ച് കഴിഞ്ഞ് ഇരിക്കുകയാണ്. അച്ഛൻ കുർബാനയ്ക്ക് വന്നു. ആ സമയത്ത് ഞാൻ എണ്ണിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ ഇതെന്നെ പറ്റിയാണ് എണ്ണിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്നെ തന്നെ ശ്രദ്ധിക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴേക്കും എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു രീതി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുകയാണല്ലോ, ഒന്ന് എണ്ണീക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പരാക്രമം നടത്തിയിട്ടൊന്നും പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ തന്നെ മുട്ട തന്നെ ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പം കുർബാന സ്വീകരണത്തിന് സമയമായപ്പോൾ പോലും എനിക്ക് മുട്ടയിൽ നിന്ന് എണ്ണീക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇതെന്തൊരു പരീക്ഷണം, എനിക്ക് എണ്ണീക്കാൻ പറ്റുന്നില്ലല്ലോ, കുർബാന സ്വീകരിക്കാൻ ഞാൻ ഇനി പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റ് കുർബാന എഴുന്നള്ളിച്ച് താഴെ അച്ഛൻ കുർബാന സ്വീകരണത്തിന് കൊണ്ടുവന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ പെട്ടെന്ന് ചാടി എണ്ണീറ്റു. ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഞാൻ ചാടി എണ്ണീറ്റു. അത് ഞാൻ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചും വന്ന് ഞാൻ മുട്ട തന്നെയാണ് നിന്നത്.
അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ മുട്ടും മടങ്ങി ഞാൻ ആ 3 വർഷങ്ങൾക്ക് ശേഷം ഒന്ന് മുട്ടക്കുത്തി നിന്ന് കുർബാന കൂടുന്നത്. പക്ഷെ അന്ന് ആ കുർബാന കൂടിയതിന് ശേഷം ഇന്ന് ഇവിടെ നിന്ന് കുർബാന കൂടിയപ്പം വരെ ഞാൻ കുർബാനയ്ക്ക് ഫുൾ ടൈം മുട്ടക്കുത്തി നിന്നാണ് കുർബാന കൂടുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഞങ്ങളുടെ ഇടവകയിലുള്ള കുറച്ച് പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ചേച്ചി എന്തിനാ ഈ ഫുൾ ടൈം മുട്ട കുത്തി നിൽക്കുന്നത്, മുട്ടുവേന എടുക്കത്തില്ലേ? അപ്പം ഞാൻ പറയും, ഇല്ല, എൻ്റെ കൃപാസന മാതാവ് എനിക്ക് മാറ്റി തന്ന അനുഗ്രഹമാണ് ആ മുട്ട കുത്തി നിൽക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറയും, ചേച്ചി ഇങ്ങനെ മുട്ട കുത്തി നിൽക്കുന്ന കാരണം വീട്ടിൽ വന്നിപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും, ആ കൊച്ചിനെ കണ്ടുപിടിക്കും ഇങ്ങനെ മുട്ടലൊക്കെ കുത്തി നിന്ന് കുർബാനയൊക്കെ കൂടുന്നത്, നീയൊക്കെ ആണെങ്കിൽ ഒന്ന് ഇരിക്കാം, ചെന്ന ഉടനെ ചാടിക്കറി ഇരിക്കുമെന്നും പറഞ്ഞ് എന്നെ കളിയാക്കാറ്, ഇങ്ങനെ കളിയാക്കി സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി 3ാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് 4 വർഷങ്ങൾ ഞാൻ കുഞ്ഞുനാൾ മുതൽ എൻ്റെ പല്ല് ഭയങ്കരമായിട്ട് പൊങ്ങി വൃത്തികേടായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. മറ്റുള്ളവർക്കറിയാം, അത് പല്ല് ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കാൻ ആ ഒരു കോൺഫിഡൻസ് ഒന്നും കാണത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ പോയി നിൽക്കാൻ പേടിയുള്ളത് കൊണ്ട് എപ്പോഴും പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ എപ്പോഴും പല്ല് പൊങ്ങി എന്നൊക്കെ വരെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, എല്ലാവരെയും പോലെ തന്നെ പല്ലിൽ കമ്പിയിട്ട് താക്കാം, അത് കഴിയുമ്പം നല്ല വൃത്തിയാവുമല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചു. പക്ഷേ ഞാൻ ഫസ്റ്റ് കൊണ്ട് ഇട്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു 1 ഇയർ മതി, അതിനുള്ളിലെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു. സാധാരണ എല്ലാവരുടെയും പോലെ തന്നെ പല്ലിന് താഴുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്ന് 1 ഇയറായി, 2 ഇയറായി, 3 ഇയറായി, 4 ഇയറായിട്ട് ഒരു മാറ്റവും ഇല്ല. ഇട്ടതിനേക്കാളും വൃത്തികേടായിട്ടാണ് എൻ്റെ പല്ല് വന്നുകൊണ്ടിരുന്നത്. കാരണം 4 പല്ലെടുത്ത് അതിൻ്റെ ഗ്യാപ്പ് കൊണ്ട് അതുകൂടാതെ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരുന്നത്. വാ അടയ്ക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ ഒത്തിരി ഡോക്ടർമാരെ ഞാൻ കാണിച്ചു, 2, 3, 4 ഡോക്ടർമാരെ കാണിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോരുത്തരും ഓരോ ട്രീറ്റ്മെൻറ്റ് പറയും. 1 വർഷം ഒരു ഡോക്ടറാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ശരിയാവാത്ത കാരണം ഞാൻ മാറ്റി വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഇത് തന്നെയായിരുന്നു സ്ഥിരം പരിപാടി. എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് അതിൻ്റെ പേരിൽ പോയിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ എന്നെ എല്ലാവരും വഴക്ക് പറയുമായിരുന്നു, നീ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കാണിക്കാത്തതുകൊണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഡോക്ടർമാരെല്ലാവരും തന്നെ പറയുന്നത് ഒരു കാര്യമായിരുന്നു, നിൻ്റെ മസിൽസിനൊന്നും ഒരു മൂവ്മെൻറ്റും ഇല്ല, മോണയിൽ ഒരു മസിൽസിനും മൂവ്മെൻറ്റ് ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ മാറ്റം വരാത്തത്, എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി കുറേ പ്രൊസീജിയറുകളെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അത് പോരാഞ്ഞിട്ട് ഓരോ പ്രൊസീജിയറുകൾ ചെയ്യുമ്പോഴും എൻ്റെ വായ്ക്കകം മൊത്തം പൊട്ടും, അൾസർ വരും. അത് പോടാതെ എൻ്റെ വായ്ക്കകത്ത് തൊലി മൊത്തം പോകും. അത് കാരണം എനിക്ക് ഒരു വക ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല. 4 വർഷമായിട്ട് ഞാൻ കട്ടിയുള്ള ഒരു ആഹാരവും കഴിക്കില്ല. കഞ്ഞി അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവർ കഴിക്കുമ്പോൾ ശരിക്കും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. വേണമെന്നൊന്നും പറയത്തില്ലെങ്കിലും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്, കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വെച്ച ഒരു നിയോഗമാണ്, ഞാൻ ഗൾഫ് കൺട്രീസിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ പല്ലിലെ ക്ലിപ്പ് എനിക്ക് മാറ്റി കിട്ടണം എന്നുള്ളത്. ഞാനിവിടെ വന്നതിന് ശേഷം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്കറിയില്ല എങ്ങനെ ഇത് താഴുമെന്ന് എനിക്കറിയില്ല, എന്ത് പ്രൊസീജിയറുകൾ ചെയ്യുമെന്നും എനിക്കറിയില്ല, കാണിക്കുന്ന ഡോക്ടറെ തന്നെ ഞാൻ പിന്നെയും കാണിക്കും, പക്ഷെ എനിക്കിത് മാറ്റി തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ആഴ്ച തൊട്ട് ഡോക്ടർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഇതെന്താ പറ്റിയെന്ന് അറിയില്ല, നിൻ്റെ പല്ലുകളൊക്കെ ഇപ്പോൾ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നിൻ്റെ മോണ പതുക്കെ പല്ലുകൾ അടുക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുമ്പോൾ പോലും വാ മൊത്തം ഇങ്ങനെ പൊട്ടുന്ന കാരണം എപ്പോഴും ഇങ്ങനെ ബ്ലഡിൻ്റെ ഒരു ഇത് എൻ്റെ വായിക്കകത്തുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അപ്പോഴത്തേക്കും പെയിൻ കില്ലറും അല്ലാതെ ഓയിൽമെൻറ്റുകളൊക്കെ വായിക്കകത്ത് തേക്കും. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എപ്പോഴും എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എന്താണ് വണ്ണം വെക്കാത്ത അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എൻ്റെ അവസ്ഥ ആരോടും പറയാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിൽ പറയുമ്പോഴാണെങ്കിലും അവർക്ക് ഭയങ്കര വിഷമം. ഓൾറെഡി എനിക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങളുള്ളത് കൊണ്ട് അവർക്ക് ഭയങ്കര വിഷമമാണ്. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയും, അവർക്ക് ഒന്നുകൂടെ അവർ കാര്യം പപ്പയും അമ്മയൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവരെന്നെ ഇങ്ങനെ നോക്കും, എൻ്റെ മുഖത്ത് എന്തെങ്കിലും എക്സ്പ്രഷൻ മാറുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ പറയും കുഴപ്പമില്ല, വേദനയൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ മാറിപ്പോയിരുന്ന കാര്യം വേദന കാരണം. ആ സമയത്തിലൊക്കെ പിന്നീട് പതുക്കെ എനിക്ക് തോന്നുന്നു ഉടമ്പടി എടുത്തിട്ട് ഓൺലൈൻ ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2ാം മാസം തൊട്ട് എൻ്റെ പല്ലിന് നല്ല മാറ്റം വരാൻ തുടങ്ങി. ഇപ്പം അതിനുശേഷം ഞാനിവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാര്യം ഞാൻ പറയാം.
നേരിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ സൗദിയിൽ പോകാൻ വേണ്ടിയും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ തന്നെ സൗദിയിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു, എല്ലാം ഫെയിലായി. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ഗൾഫ് കൺട്രീസിലോട്ട് പോലും പോകാനുള്ള ഒരു ഇത് എനിക്കില്ലേ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക്. കാരണം ഞാൻ അത്യാവശ്യം നല്ലോണം പഠിക്കും, പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒന്നും കിട്ടുന്നില്ലല്ലോ, ഒന്നും ശരിയാവുന്നില്ലല്ലോ. കൂട്ടുകാരൊക്കെ ആണെങ്കിലും എല്ലാവരും വെളിയിൽ പോയി. അതൊക്കെ ഓർത്തിട്ട് വീട്ടിലാണെങ്കിലും ചോദിക്കും, നിർബന്ധിക്കത്തില്ല, പക്ഷെ അവരിങ്ങനെ ചോദിക്കും എപ്പോഴും. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂ, എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപമായിട്ട് ഇൻ്റർവ്യൂവിന് പോകും, നിനക്ക് ഉറപ്പായിട്ടും ഇൻ്റർവ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി അത് ആദ്യ സമയത്തൊക്കെ ആയിരുന്നു. ഉടമ്പടി ഞാൻ ഓൺലൈൻ എടുത്തതിന് ശേഷമായിരുന്നു. ഞാൻ കാശുരൂപമായിട്ട് പോകും, പക്ഷേ പാസ്സാവത്തില്ല. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉടമ്പടി കാശുരൂപം കൊണ്ട് പാസ്സാകുമോ അങ്ങനൊരു ചെറിയൊരു തോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം നമ്മൾ നല്ലപോലെ പറയണ്ടേ, ഇൻ്റർവ്യൂവിന് നമ്മൾ വാ തുറന്ന് പറയാതെ നമുക്കെങ്ങനെ ഇൻ്റർവ്യൂ കിട്ടുന്നതെന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എന്നോട് മമ്മി പറഞ്ഞു, നിനക്ക് എവിടെയൊക്കെ ഒരു വിശ്വാസം ചെറുതായിട്ടൊരു കുറവുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പം പൂർണ്ണമായിട്ടും അതങ്ങോട്ട് സാധിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് തോന്നി ശരിയായിരിക്കും, കാരണം എവിടെയോ എന്തോ ഒരു എൻ്റെ കഴിവുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഒത്തിരി എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിനക്കൊന്നും കിട്ടുന്നില്ലേ, ശരിയാവുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകാൻ തുടങ്ങി. എങ്ങനെയല്ലേ എനിക്ക് കിട്ടണം എന്നുള്ളൊരു വെപ്രാളമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കാശുരൂപവും മാതാവിൻ്റെ ഇതും എല്ലാം എടുത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ഞാൻ വെറും 5 ക്വസ്റ്റ്യനാണ് ഞാൻ പഠിച്ചത്. എനിക്കറിയില്ല, ആ 5 ക്വസ്റ്റ്യനാണ് അവരെന്നോട് ചോദിച്ചത്. ആ 5 ക്വസ്റ്റ്യന് 5ാമത്തേൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് അവരിങ്ങനെ അടുത്തത് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാകുന്ന പോലെ ഇങ്ങനെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ എനിക്ക് 5 ക്വസ്റ്റ്യൻ ആ പടം ഞാൻ റെഫർ ചെയ്തിട്ട് പോലും ഉള്ളൂ. ഞാൻ ഒരു നേഴ്സായിട്ട് പോലും ബാക്കിയൊക്കെ തന്നെ കയ്യിൽ നിന്നിട്ട് പറയാം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒന്നും പറയില്ല, കാരണം എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിട്ടിരിക്കുക, എന്നെ പറയേണ്ടത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് അവർ അടുത്ത ആൾ 2 പേരാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. ഒരാൾ എന്നോട് 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഉടനെ അടുത്ത ആൾ എന്നോട് പറഞ്ഞു, ഓക്കെ നീനു ബൈ, ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്നെ പറ്റി, പെട്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവർ വെച്ചിട്ട് പോയെന്ന് വിചാരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോള് വന്നു, എന്നെ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം പഠിച്ചിട്ട് എനിക്ക് കിട്ടാഞ്ഞ ഇൻ്റർവ്യൂ പഠിക്കാതെ എനിക്ക് കിട്ടിയെന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ എക്സാമിനൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ടെൻഷനും വെപ്രാളും ഉള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോഴത്തേക്കും എക്സാമിന് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ ചേച്ചി പറയും, ആൾ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ ഭയങ്കര വിശ്വാസമാണ്, ഇന്നിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയും, നീ ഉപ്പിട്ട് ഒക്കെ പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇങ്ങനെ സാക്ഷ്യത്തിനകത്തൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തരും, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. കാരണം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തില്ല. അപ്പോഴേക്കും അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയും, നീ ധൈര്യമായിട്ട് കാശുരൂപം കയറ്റിക്കോ, അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചോ അങ്ങനെയൊക്കെ പറയും എൻ്റെ അടുത്ത്. അപ്പോഴത്തേക്കും ഞാൻ എക്സാം ഹോളിൽ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ എക്സാമിന് ഭയങ്കര പഠിത്തമൊക്കെ ആയിരുന്നു. പക്ഷേ എക്സാമിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മാതാവ് എന്നോട് പറയുകയുണ്ടായി, ഞാൻ ഫെയിലാവുമെന്ന്, എക്സാമിന് ഞാൻ തോറ്റു പോകുമെന്ന്. അപ്പം അങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ട് എനിക്ക് ഒരു ഇതായിരുന്നു, ഞാൻ എന്തായാലും ഫെയിലാവുമല്ലോ, പിന്നെ എന്തിനാ ഞാൻ പഠിക്കുന്നേ എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ ആ ഒരു 1 വീക്ക് ഞാൻ ഒരക്ഷരം പഠിക്കാതെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുമായിരുന്നു വീട്ടിൽ കൂടി. കാരണം ഏതായാലും ഞാൻ ഫെയിലാവുമല്ലോ, അപ്പോൾ പിന്നെ ഇനി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. മാതാവ് സ്വപ്നത്തിൽ വന്നതല്ലേ, ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ മാതാവ് ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറയണമെങ്കിൽ എന്തായാലും ഞാനിനി പാസ്സാവത്തില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അതിനുശേഷം എക്സാമിന് തലേദിവസം വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ തുള്ളിച്ചാടി എല്ലാം നടന്നു, കൂളായിട്ട് ഫുഡ് കഴിച്ചു, എല്ലാം ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞിട്ട് എക്സാമിന് കുറച്ച് മുമ്പ് തൊട്ട് ഭയങ്കരമായിട്ട് വെപ്രാളം തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ എക്സാം സെൻറ്ററിന് മുമ്പ് എൻ്റെ അപ്പയും ഞാനും കൂടാണ് എക്സാമിന് പോയത്. അപ്പോൾ അപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ പെട്ടെന്ന് വെപ്രാളപ്പെടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എല്ലാം പഠിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പഠിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെ എക്സാം ഹോളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വായിക്കാനൊക്കെ ആയിട്ട്. അപ്പം ആദ്യം ഞാൻ കാണുന്നത് കൃപാസനത്തിലൊരു പത്രം അവിടെ ഇരിക്കുന്നതായിട്ടാണ്, മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉള്ള ഒരു പത്രം അവിടെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക്
എന്തോ ഭയങ്കര ഒരു ടെൻഷൻ റിലീഫ് കിട്ടിയ പോലെയായിരുന്നു. എന്തോ എൻ്റെ ആരാണ്ട് കൂടെ ഉള്ള പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അത് കണ്ടപ്പോഴേ ഞാൻ ഓടിച്ചെന്ന് എടുത്തിട്ട് ഞാൻ തൊട്ട് മുത്തിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഈ എക്സാം കഴിയുന്നിടം വരെ നീ എന്തൊക്കെയാണേലും എൻ്റെ കൂടെ കാണണം. ഇവിടെ കൃപാസനത്തിൽ പോലും കാണരുത്, അവിടെ എൻ്റെ കൂടെ കാണണം. അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് നീ പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സാം ഹോളിൽ ഞാൻ കയറി. ആദ്യം എനിക്ക് ലോക്കറ്റ് കയറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം. അവരെന്നെ ഈ ലോക്കറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ചെക്ക് ചെയ്യുന്ന ആൾ എൻ്റെ മുഖത്തൊന്ന് നോക്കി ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കയറ്റും, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നു. അത് കഴിഞ്ഞ് എക്സാം ഹോളിൽ കയറി. 4 മണിക്കൂറിൻ്റെ എക്സാം. ഒരു ഇടയ്ക്കായിട്ട് ഒരു ബ്രേക്കുണ്ട്, ബ്രേക്കിന് ഇറങ്ങണം എന്നൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കയറിയത്. പക്ഷേ എക്സാം ഹോളിൽ ചെന്ന് ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എക്സാം ഹോളിൽ ചെന്ന് ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പം എൻ്റെ കൈയൊക്കെ ഫുള്ള് ഐസ് പോലെ ഇരിക്കുകയാണ്. എന്നെ ആരാണ്ട് ഇങ്ങനെ പിടിച്ചിരുത്തുന്ന പോലെ ഒരു ഫീല് തോന്നുകയാണ്. ഞാൻ മൗസ് ഇട്ട് മൂവ്മെൻറ്റ് ചെയ്തിട്ടൊന്നും എനിക്ക് ആൻസറുകൾ, ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ആ ഓപ്ഷനും ക്ലിക്ക് ആവുന്നില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുവാണ്. അപ്പോൾ ഇങ്ങനെ സമയം പോകുന്നത് കണ്ടിട്ട് എനിക്ക് എങ്ങനെയും തീർക്കണം എന്നുള്ളൊരു വെപ്രാളമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്. എൻ്റെ ദേഹമൊക്കെ ഫുള്ളങ്ങനെ ഫ്രീസായിട്ട് ഐസ് പോലെ ഇരിക്കുക. ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ടിക്ക് ചെയ്ത് പോയി. എനിക്കറിയാം ഞാൻ ഒന്നും വായിക്കുന്നില്ല, അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ എന്തോ ഇങ്ങനെ കാണിച്ച് അങ്ങ് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ വെറുതെ ടിക്ക് ചെയ്യുക. 4 മണിക്കൂറിൻ്റെ പരീക്ഷ ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് ഞാൻ വെളിയിൽ വന്നു. വെളിയിൽ വന്നതിന് ശേഷം അവിടെ ഇരുന്ന് എൻ്റെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്നെ എക്സാം എഴുതിയില്ലെങ്കിൽ പോകുന്നതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, അതെന്നെ ബ്രേക്ക് ഒന്നും എടുക്കാഞ്ഞേ. ശരിക്കും അവിടെ ബ്രേക്ക്, ആൾക്കാരെല്ലാവരും ബ്രേക്ക് എടുത്തു, ബ്രേക്കിന് വേണ്ടി എല്ലാവരും എണ്ണീറ്റ് പോയി. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്ന് വേഗം ഓരോരോ ക്വസ്റ്റ്യൻസ് ഇരുന്ന് ക്ലിക്ക് ചെയ്ത് വിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനറിയില്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്കറിയാവുന്നതായിരുന്നു, അറിയാൻ മേലാത്തതായിരുന്നു വന്നതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് വണ്ടിയിൽ വരുന്ന സമയത്ത് ഞാനിരുന്ന് ഇങ്ങനെ കുടുകുടാന്ന് കണ്ണിക്കൂടി വെള്ളം വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ എഴുതിയെന്നുള്ള ഒരു ഓർമ്മ കിട്ടാത്തത് കൊണ്ട് എന്താ അവിടെ കാണിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഉറപ്പായിട്ടും പാസ്സാവും. കാരണം എക്സാം എഴുതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും നിൻ്റെ മുഖത്ത് എന്തോ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നെന്ന്. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയത്. കാരണം ഞാൻ അവിടുന്ന് ഏതാണെന്ന് പോലും അറിയാൻ മേലാതെ ഭയങ്കര വിഷമിച്ചാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത്. പക്ഷേ അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ചിരിച്ചോണ്ട് ഇറങ്ങി വന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒന്ന് ചുമ്മാ പറയാതെ, ഞാൻ എന്തുമാത്രം വിഷമിച്ച് അവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ലടി, നിൻ്റെ മുഖത്ത് ഭയങ്കര വെട്ടം ഉണ്ടായിരുന്നു, പ്രസാദം ഉണ്ടായിരുന്നു, നീ എക്സാം നീ ഉറപ്പായിട്ട് നീ പാസ്സാവും, നീ സന്തോഷത്തോടെ തന്നെ ഇറങ്ങി വന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷേ അതിന് ശേഷം അവിടെ നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ലാത്തതുപോലെയായിരുന്നു. ഞാൻ ചെന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ എക്സാമിൻ്റെ ഞാൻ എന്നും ധ്യാനം കൂടുമ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇനി ഈ എക്സാം പാസ്സായില്ലെങ്കിൽ നിന്നെ നാട്ടിൽ തന്നെ ജോലിക്ക് കയറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കത് കിട്ടണമെന്നുള്ളൊരു വെപ്രാളമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വെള്ളിയാഴ്ച ദിവസം എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം, വെള്ളിയാഴ്ച വരുന്നതെന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞു ഫ്രണ്ട്സ്. അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, അടുത്ത വെള്ളിയാഴ്ച വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് അത് വേണ്ട, എനിക്ക് അടുത്ത ചൊവ്വാഴ്ച വന്നാൽ മതി. ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വന്നാൽ മതി, എനിക്ക് അതായിരിക്കും സന്തോഷം. ആ സമയത്ത് ഞാൻ ഫെയിലായാലും എനിക്ക് കുഴപ്പമില്ലായിരിക്കും, കാരണം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ധൈര്യം എനിക്ക് എവിടുന്നേലും കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് തോറ്റാലും കുഴപ്പമില്ല, പക്ഷേ ധ്യാനം കൂടുന്ന ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് കിട്ടണം റിസൾട്ടെന്ന് പറഞ്ഞു. ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ റിസൾട്ട് വന്നു, നീ പാസ്സായി എന്ന്. അത് ശരിക്കും എനിക്കറിയില്ല എങ്ങനെ ഞാൻ പാസ്സായി എന്നുള്ളത്. കാരണം അവിടെ ഞാൻ ഏത് ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അത് ഉറപ്പാണ്, എനിക്ക് മാതാവ് എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്നെ വിട്ടു പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ദേഹം മൊത്തം തണുക്കുകയും, എനിക്കറിയില്ല, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് പത്രം കൊടുക്കാനുള്ള ഒരു ചെറിയ മടി കൊണ്ടാണ്. പക്ഷേ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കും, ഓടി നടന്ന് കൊടുക്കും. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ, ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ.
പക്ഷേ ആദ്യം ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി. ആ പത്രത്തിൽ ഒരു 3-4 പത്രമായിരിക്കും ഞാൻ കൊടുത്തത്, ബാക്കി മൊത്തം നടന്നു കൊടുത്തത് എൻ്റെ അമ്മയാണ്. അപ്പോഴേക്കും അതെനിക്ക് ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ ഫീൽ ചെയ്തു. എനിക്കെന്താ കൊടുക്കാൻ പറ്റാത്തത്? കാരണം ആൾക്കാരുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവരുടെ ഫേസിലോട്ട് നോക്കും, ഈ ചേച്ചി അല്ലെങ്കിൽ ഈ ചേട്ടൻ എന്നെ ഒന്നും പറയത്തില്ലായിരിക്കും, ചോദിക്കത്തില്ലായിരിക്കും, കൊടുത്തിട്ട് ഓടിപ്പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തോട്ട് ചെല്ലുന്നത് തന്നെ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഞാൻ പത്രം കൊടുത്ത ഒരു വ്യക്തി എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി. ഇതിനൊന്നും വേറെ പണിയില്ലേ, ഇങ്ങനെ കുറേ ഇതായിട്ടാണ്, അടങ്ങിക്കോളും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ മോശമായിട്ട് സംസാരിച്ചു. അത് എനിക്ക് ഏറ്റവും വിഷമം വന്നത് കഴുത്തിൽ മാതാവിൻ്റെ ജപമാല ഇട്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമപ്പെടുത്തിയത്. കാരണം അങ്ങനെ ഒരാൾ നമ്മളെടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിപ്പോൾ. ഇനി എങ്ങനെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ കൊണ്ട് പത്രം കൊടുക്കും എന്നോ, ഇനി ആരെങ്കിലും എന്നെ അങ്ങനെ പറയുമോ, നാണം കെടുത്തുവോ എന്നൊക്കെ ഉള്ളൊരു വിഷമമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഇവിടുന്ന് പക്ഷെ പത്രം കൊടുക്കണം എന്നുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പിന്നീട് വന്ന് പത്രം മേടിച്ചിട്ട് പോയ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ചെന്നു പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടും. ആളെൻ്റെ അടുത്തൊഴുക്കി വരുമ്പോഴത്തേക്കും ഞാൻ പത്രം പാത്ത് പിടിക്കും, എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ എനിക്കത് 2-3 പ്രാവശ്യം സെയിം ഇങ്ങനെ തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ അടുത്ത് മമ്മി ചോദിച്ചു, നീ പത്രമൊക്കെ കൊടുത്ത് തീർത്തോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ പത്രമൊക്കെ കൊടുത്ത് തീർത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പാത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് രാത്രി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് മാതാവ് ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ടും പത്രം കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അന്ന് രാത്രി ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ, എത്രയോ പേർക്ക് സ്വപ്നത്തിൽ നീ പ്രതീക്ഷപ്പെട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നതായി. എനിക്ക് പിശാച് വരെ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ മാതാവ് അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും മാതാവ് ഒന്ന് എൻ്റെ സ്വപ്നത്തിൽ വരണം, എന്നോട് പറ ഞാൻ എന്താ ചെയ്യേണ്ടത്. കൊടുക്കുന്നവരെല്ലാം നിരസിക്കുക, കൊടുക്കാനാണെങ്കിൽ പേടിയുക, എന്നാ ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക്. അന്ന് രാത്രി ഒരു 2 മണി വരെ ഇരുന്ന് ഞാൻ കരച്ചില്ലായിരുന്നു ഇത് ഓർത്തിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തളർന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഇങ്ങനെ ഞാൻ ഒരു വലിയ സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്കായിട്ട് നിൽക്കുകയാണ്. ആ സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്ന സമയത്ത് താഴെ കുറേ ആൾക്കാർ നിൽക്കുകയാണ് പത്രവും പിടിച്ച് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ നിന്ന് ഈ മാതാവിൻ്റെ ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. മാതാവ് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് കാണുന്നത്. എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പതുക്കെ മടിച്ച് പത്രം കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ പത്രം കൊടുക്കാത്തേ, ബാക്കി എല്ലാവരും കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ട് ആരും മേടിക്കുന്നില്ല മാതാവേ, ഞാൻ എന്നാ ചെയ്യണ്ടേ? കൊടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കാരണം എനിക്ക് കൊടുക്കാൻ ഒരു പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഏത് പത്രം ഇനി ആർക്ക് നീ പത്രം കൊടുക്കുന്നോ അവർ നിൻ്റെ കയ്യിൽ നിന്ന് സന്തോഷത്തോടെ മേടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ നിൻ്റെ കയ്യിൽ നിന്ന് സന്തോഷത്തോടെ മേടിച്ചിരിക്കും. ലോകം മൊത്തം ഈ പത്രം എത്തിക്കഴിഞ്ഞു, നീ മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്, ബാക്കി എല്ലാവരും ഇത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. സ്വപ്നത്തിലാണെങ്കിലും മാതാവിങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഞാൻ മാത്രമാണ് കൊടുക്കാത്തതെന്ന് എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അന്ന് തന്നെ എൻ്റെ കയ്യിലിരുന്ന പത്രം മൊത്തം ഞാൻ കൊടുത്തു തീർത്തു. കൊടുത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒത്തിരി നേരം അവരോട് സംസാരിച്ച്. ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പള്ളിയാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തത്. എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം അത്രയ്ക്ക് മടിയായിട്ട് പേടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പത്രവും എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ പോലും നിരസിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് സന്തോഷത്തോടെ മേടിച്ചിട്ടുള്ളൂ. ഞാൻ കൊടുക്കുമ്പോൾ ഓടി വന്ന് സന്തോഷത്തോടെ വന്ന് ചിരിച്ചുകൊണ്ട് മേടിക്കുന്നവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ കൃപാസനത്തിൽ നിന്ന് ഒത്തിരി പേരെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഗ്രൂപ്പ് വഴിയാണെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആണെങ്കിലും ഞാൻ പോകും. അവിടെ ചെന്നിട്ട് ഒത്തിരി തവണയൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ പോകുന്ന സമയത്ത് അവിടെ ഉള്ളവരെ കുളിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്കറിയാവുന്ന 2-3 ചേച്ചിമാരുണ്ട്, ആൻറ്റിമാരാണ്, പ്രായമുള്ളവരാണ്. അവർ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്, മക്കളോ അല്ലെങ്കിൽ ആരും നോക്കാനൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയി കുറേ നേരം സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചു കൊണ്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും അതുപോലെ തന്നെ വഴിയിലിരിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഓടി നടന്ന് കൊടുക്കാൻ, എത്ര വെയിലും ചൂടും മഴയാണെങ്കിലും എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഒരു മടിയോ ഒരു നാണക്കേടോ ഒന്നും തോന്നിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഒരിക്കലും നിങ്ങൾ മടിച്ച് അല്ലെങ്കിൽ മാറി ഇരിക്കരുത്. നിങ്ങൾ പോയി അത് ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കണം.
കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറവുകൾ കാണും. അത് മാതാവിനോട് തന്നെ ചോദിക്കുവാണെങ്കിൽ മാതാവ് നമുക്ക് പറഞ്ഞു തരും എന്ത് കുറവുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ച് കിട്ടാത്തത്. നിയോഗങ്ങൾ മാത്രമല്ല, ആത്മീയമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കുർബാനയ്ക്ക് തന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ സൺഡേ സ്കൂൾ ജീവിതത്തിൽ 1 2 പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് കുർബാന കൂടിയിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും പുറകിൽ നിന്ന് പള്ളിയിൽ കുർബാന കൂടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എവിടെ പോയാലും ഏത് പള്ളി പോയാലും ഏറ്റവും പുറകിൽ പോയി നിന്ന് കുർബാന കൂടുന്ന വ്യക്തിയാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കറിയില്ല, എന്നെ എല്ലാത്തിൽ നിന്നും ആരോ മുമ്പോട്ട് വലിക്കുന്നതായിട്ട് എനിക്കൊരു ഫീൽ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമാണ്. കാരണം 4 പേരുടെ മുമ്പിൽ നിന്ന് എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ കൈയും കാലും വിറയ്ക്കുമായിരുന്നു. അത്രയ്ക്ക് പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ നിന്ന് എൻ്റെ സാക്ഷ്യം നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ തന്നെ എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. പത്രം കൊടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ ജപമാല, ഞാൻ ഒരു ജപമാലയൊക്കെ കുരിശ് വരയ്ക്കുമ്പോൾ ചൊല്ലുന്നതിന് വളരെ ബുദ്ധിമുട്ടിയാണ് ചൊല്ലി തീർക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് 1 എന്നില്ല 2 എന്നില്ല 3 എന്നില്ല 4 എന്നില്ല എത്ര ചൊല്ലാൻ പറ്റുന്നു അത്രയും ഞാൻ ചൊല്ലും എന്നുള്ള രീതിയിലാണ്. ബൈബിൾ ആണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്ത് മറുപടി വേണമെങ്കിലും ബൈബിളിലൂടെ മാതാവ് തരും. ആദ്യമൊക്കെ എനിക്ക് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകില്ല. വായിച്ചു കഴിയുമ്പോൾ ഞാൻ തന്നെ ചോദിക്കാറുണ്ട് ഇതിനർത്ഥം എന്താ, ഇതെന്നെ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഏത് വചനം, എത്ര കട്ടിയുള്ള വചനങ്ങൾ വായിച്ചാലും എനിക്ക് മനസ്സിലാവും ദൈവം അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൃപാസന അമ്മ എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് അതിനുള്ള മറുപടി എന്നുള്ളത് ഞാൻ ചോദിച്ച എന്ത് കാര്യത്തിനും ഞാൻ ബൈബിളിലൂടെയാണ് ചോദിച്ചുത്തരം നേടുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എൻ്റെ ഫ്രണ്ട് ഒരാളുണ്ട്, ഇതുപോലെ തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആളും എക്സാം പാസ്സാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സെയിം അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ലാസ്റ്റ് പുതുക്കിയ സമയത്ത് ഞാൻ വെച്ചത് ആൾ പാസ്സാവണേന്നായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അറിഞ്ഞു ആൾ പാസ്സായി എന്നുള്ളത്. അതും എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇപ്പം നേരത്തെ പോലെയല്ല, ഉടമ്പടിയും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പം അപ്പം തന്നെ എനിക്ക് മാതാവ് അതിൻ്റെ അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങി. അച്ഛൻ പറയുന്ന പോലെ ഒരു തവണ ഉടമ്പടി വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതല്ല, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിനപ്പുറം മാതാവ് നമുക്ക് തന്ന് അനുഗ്രഹിക്കും. എൻ്റെ ഈശോയ്ക്കും മാതാവിനും എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി.